എൻ്റെ അറിവിൽ ഫ്രീ കിട്ടുന്ന രണ്ട് ഐറ്റമേ ഉള്ളൂ. ഒന്ന് ശ്വസിക്കുന്ന വായു, രണ്ട് സൺലൈറ്റ്. മൂന്നാമത്തെ ഐറ്റം കൊണ്ട് പറഞ്ഞു ഞാൻ, എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഈസി മെത്തേഡിൽ വിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഓഫർ. ഒരു മാട്രസ് ശരിക്കും പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്ന നമ്മുടെ എല്ലാം ധാരണ മേടിച്ചുകൊണ്ട് പോയി അടുത്ത മാസമാണ് അല്ലെങ്കിൽ ഒരു വർഷം അല്ല. അതിനകത്ത് ഉണ്ടാകുന്നത് ഏറ്റവും ബോറായിട്ട് ഉണ്ടാക്കിയ ഒരു കോമ്പിനേഷനാണെന്ന് വിചാരിച്ചോളാം. അത്ര തല്ലിപ്പൊളി ക്വാളിറ്റി, അത്ര തല്ലിപ്പൊളി ആണെങ്കിൽ മാത്രമേ അത് വരത്തുള്ളൂ. പക്ഷേ ഫ്രം 36 months ഓൺവേർഡ്സ് ദർ ഇസ് എ ചാൻസ്. അങ്ങനെ വരുന്ന സാധനം വെച്ചാൽ നമ്മൾ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 50% എന്ന് ഷമീം പറഞ്ഞു. 1:1 അല്ലേ. എൻ്റെ അറിവിൽ ഫ്രീ കിട്ടുന്ന രണ്ട് ഐറ്റമേ ഉള്ളൂ. ഒന്ന് ശ്വസിക്കുന്ന വായു, രണ്ട് സൺലൈറ്റ്. മൂന്നാമത്തെ ഐറ്റം കൊണ്ട് പറഞ്ഞു ഞാൻ, എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് വെള്ളത്തിന് വരെ അതെ. അപ്പം മൂന്നാമത്തെ ഐറ്റം ഇല്ല. അപ്പം ഈ പറയുന്ന കമ്പനികളെല്ലാം രണ്ടാമത്തെ ഐറ്റം ഉണ്ടാക്കുന്നത് വായു കൊണ്ടും സൺലൈറ്റ് കൊണ്ടും അല്ല. അപ്പോൾ കോസ്റ്റ് ഉണ്ടേ, ഉണ്ടാക്കുന്ന ആൾക്ക് കാശും കൊടുക്കണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് വേണ്ടേ. ഇതൊന്നും നമ്മൾ മേടിക്കുന്നത് കോംപ്രമൈസ് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യാം? അല്ല, ഇതൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും വേണ്ടെന്ന് പറയുവാണെങ്കിൽ ആദ്യത്തിനകത്ത് ആ കോസ്റ്റ് ഉണ്ട്. ഇനി കോംപ്രമൈസ്, ഇപ്പം നമ്മൾ പറയുന്ന എല്ലാ ബ്രാൻഡ്സ് കുറേ എണ്ണമുണ്ട്. ഇപ്പം ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞു, ഇതൊക്കെ പറയാൻ പറ്റുന്ന ഒരു സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ അവൻ സ്വന്തം ബ്രാൻഡ് തുടങ്ങത്തില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊന്നും അവരെ പഠിപ്പിക്കാൻ പറ്റില്ല. ഈസി മെത്തേഡിൽ വിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഓഫർ.